ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സനൂഫ്. 2020 ഒരു വിധത്തില് കഴിയാറായി. ഒരു 30-35 ദിവസം കഴിഞ്ഞാൽ 2021 തുടങ്ങാൻ പോവുകയാണ്. പക്ഷെ 2021 കൂടുതൽ പ്രശ്നങ്ങൾ നമ്മുടെ ലോകത്ത് സംഭവിക്കാൻ പോകുന്നത്. ഇത് വെറുതെ പറഞ്ഞതൊന്നുമല്ല, ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന വാർത്തകൾ എല്ലാം തന്നെ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരുന്നു. അതായത് റഷ്യ അമേരിക്കയുടെ യുദ്ധക്കപ്പൽ, അവരുടെ ഡെസ്ട്രോയർ നശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു ഭീഷണി നൽകിയിരുന്നു. റഷ്യയുടെ സമുദ്ര അതിർത്തിയിലോട്ട് ഈ ഷിപ്പ് എൻ്റർ ചെയ്തുകൊണ്ടാണ് റഷ്യ വാണിംഗ് നൽകിയത്. ഈ ഒരു വാർത്തയ്ക്ക് പിന്നിൽ വേറെയും കുറേയധികം വാർത്തകളുണ്ട്. ആ വാർത്തകൾ തമ്മിലെല്ലാമുള്ള ഒരു കണക്ഷനും 2021 എന്തെല്ലാം സംഭവിക്കാൻ ചാൻസ് ഉണ്ട് എന്നതിനെ പറ്റിയുമാണ് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഇത് പ്രഡിക്ഷൻ ഒന്നുമല്ല, പല വാർത്തകൾ തമ്മിലുള്ള കണക്ഷൻ മാത്രമാണ്. ഈ ഒരു വീഡിയോ മുഴുവനായി കാണുക. അതിനു മുമ്പ് ചാനലിലോട്ട് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. അമേരിക്കയുടെ ഡെസ്ട്രോയറായ USS ജോൺ എസ് മെക്കാനിനാണ് കഴിഞ്ഞ ദിവസം റഷ്യയുടെ സമുദ്ര അതിർത്തിയിലോട്ട് എൻ്റർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് റഷ്യ രംഗത്ത് വന്നത്. ഈ ഒരു കപ്പൽ ഇനിയും റഷ്യയുടെ അതിർത്തിയിൽ തുടരുകയാണെങ്കിൽ അതിനെ വെടിവെച്ച് വീഴ്ത്തുമെന്നൊക്കെ പറഞ്ഞിട്ട് റഷ്യ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പ്രദേശം ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ ഇത് ജപ്പാൻ സീ അല്ലെങ്കിൽ ഈസ്റ്റ് സീ എന്ന് പറയും. അതായത് ജപ്പാൻ, 2 കൊറിയ, അതുപോലെ റഷ്യ, ഇവരെല്ലാവരും കൂടെ ഉൾക്കൊള്ളുന്ന ഒരു ഭാഗമാണ് ഈ ഒരു പ്രദേശം. ഇതില് റഷ്യയുടെ സമുദ്ര അതിർത്തിയിലോട്ട് 2 കിലോമീറ്റേഴ്സ് കടന്നു വന്നു എന്ന് പറഞ്ഞിട്ടാണ് റഷ്യ രംഗത്ത് വന്നത്. ഈ വാർത്തയ്ക്ക് വലിയൊരു പ്രസക്തി ഉണ്ടോ ചോദിക്കുകയാണെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം ഇതൊരു വാണിംഗ് ആയിട്ടൊക്കെ എടുക്കാൻ പറ്റും. പക്ഷേ അമേരിക്ക എന്തുകൊണ്ട് റഷ്യ പറയുന്ന പോലെയാണെങ്കിൽ ഈ സമുദ്ര അതിർത്തി ലംഘിച്ചിരിക്കണം? അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ തൊട്ട് മുമ്പ് വന്നൊരു വാർത്തയുണ്ട്. അതായത് ഓപ്പൺ സ്കൈ എന്ന് പറയുന്ന അമേരിക്കയും റഷ്യയും കൂടെ സൈൻ ചെയ്തിരുന്ന ഒരു ട്രീറ്റിയിൽ നിന്ന് അമേരിക്ക ഇറങ്ങിപ്പോയിരുന്നു. ഇത് 2 ദിവസം മുമ്പ് വന്നൊരു വാർത്തയാണ്. ഈ ഒരു ഓപ്പൺ സ്കൈ ട്രീറ്റി എന്താണ് ചോദിക്കുകയാണെങ്കിൽ ഇതൊരു ഉടമ്പടിയാണ്. അതായത് റഷ്യയും അമേരിക്കയും തമ്മിൽ, അവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് കൂടുതൽ സ്ട്രോങ് ആക്കാനായിട്ട് കൊണ്ടുവന്നിരുന്ന ഒരു ഉടമ്പടിയായിരുന്നു. ഈ ഉടമ്പടിയുടെ ഭാഗമായിട്ട് റഷ്യക്ക് അമേരിക്കയുടെ പ്രദേശങ്ങളിൽ ഒരു നിരീക്ഷണം നടത്താൻ പറ്റും. ഇതിനായിട്ട് UAVs, അതുപോലെ ഈ ഒരു സർവേ നടത്തുന്ന എയർക്രാഫ്റ്റ്, ഇതെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അമേരിക്കയ്ക്കും റഷ്യയുടെ അകത്തുള്ള പ്രദേശങ്ങൾ, അവരുടെ മിലിറ്ററി കേന്ദ്രങ്ങൾ, ഇതിനെല്ലാം നിരീക്ഷണം നടത്താൻ പറ്റും. 2 രാജ്യങ്ങളും പരസ്പരം ഒരു വിശ്വാസമുണ്ട് എന്നത് ഉറപ്പിക്കാനായിട്ടാണ് ഈ ഒരു ഉടമ്പടി സൈൻ ചെയ്തത്. ഈ ഉടമ്പടി സൈൻ ചെയ്യാനായിട്ട് അന്നത്തെ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രേരണയായിരുന്നത് അമേരിക്കയായിരുന്നു. പക്ഷേ 2020 മെയ് 22 അമേരിക്ക ഒരു നോട്ടീസ് നൽകി. അതായത് ഈ ഒരു ട്രീറ്റിയിൽ നിന്ന് അമേരിക്ക വിട്ടുപോവുകയാണ്. അതിന് പ്രയോറിറ്റി ആയിട്ട് ഒരു നോട്ടീസ് നൽകിയിരുന്നു. പിന്നീട് 6 മാസത്തിന് ശേഷമാണ് ഈ ഒരു ട്രീറ്റിയിൽ നിന്ന് അമേരിക്കയ്ക്ക് പോകാൻ സാധിച്ചത്. ഈ വാർത്ത വന്നതിന് ശേഷം ആദ്യം തന്നെ റെസ്പോണ്ട് ചെയ്ത കൺട്രി ചൈനയായിരുന്നു. ചൈന പറഞ്ഞത് റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ വലിയൊരു വിള്ളൽ ഇതുമൂലം വീഴാൻ ചാൻസ് ഉണ്ടെന്നും, അതുപോലെ തന്നെ അമേരിക്ക ഒരു വിശ്വാസ വഞ്ചന നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ചൈന രംഗത്ത് വന്നിട്ടുണ്ട്. അമേരിക്ക എന്തുകൊണ്ട് ഈ ഉടമ്പടിയിൽ നിന്ന് പുറത്തു പോകണമെന്ന് ചോദിക്കുകയാണെങ്കിൽ റഷ്യയുടെ അകത്ത് കുറേയധികം ന്യൂക്ലിയർ പ്രൊജക്ട് സംഘടിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് അമേരിക്ക ഒരു ആരോപണം കൊണ്ടുവന്നിരുന്നു. ഈ പ്രൊജക്ട് ഒക്കെ നടത്തുന്ന ഭാഗത്തായിട്ട് നിരീക്ഷണം നടത്താനായിട്ട് ഈ ഉടമ്പടിയിലൂടെ അമേരിക്കയ്ക്ക് പെർമിഷൻ ഉണ്ട്. പക്ഷേ റഷ്യ അതിന് അലോ ചെയ്യുന്നില്ല എന്നും, ഇതേപോലെ തന്നെ റഷ്യയിലെ പല പ്രദേശങ്ങളിലും ഈ നിരീക്ഷണം നടത്താനായിട്ട് അമേരിക്കയെ വെൽക്കം ചെയ്യുന്നില്ല പറഞ്ഞിട്ട് അമേരിക്ക രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷെ ഇതിനെതിരെ റഷ്യയും ലേറ്റസ്റ്റ് ആയിട്ട് അവരുടെ ഫോറിൻ മിനിസ്റ്ററെയൊക്കെ ഒരു കുറിപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. അതിലെല്ലാം റഷ്യ പറയുന്ന ഒരു കാര്യമാണ്, റഷ്യയുടെ ഒരു പ്രസിഡന്റിന്റെ സ്പോക്ക് പേഴ്സൺ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, അമേരിക്ക വലിയൊരു വിശ്വാസ വഞ്ചന നടത്തിയെന്നും ഈ ഒരു ഓപ്പൺ സ്കൈ എന്നറിയപ്പെടുന്ന ഉടമ്പടി ഇനി പ്രവർത്തനക്ഷമതമാകാനായിട്ട് അമേരിക്ക ഒരു കാരണമായി എന്നൊക്കെ പറഞ്ഞിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല, അവർ പുറത്തുവിട്ട ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു നോട്ടീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, റഷ്യ അമേരിക്കയുടെ പ്രദേശങ്ങളിൽ ഒരു നിരീക്ഷണം നടത്തണമെന്ന് പറഞ്ഞതിന് ശേഷമായിരുന്നു അമേരിക്ക ഈ ഉടമ്പടിയിൽ നിന്ന് ഇറങ്ങിപ്പോകാനായിട്ട് ഇപ്പോൾ കാരണമായിരിക്കുന്നത്. സോ അമേരിക്ക എന്തെല്ലാമോ ഹിഡൻ ചെയ്യാൻ വെക്കുന്നുണ്ട്, ഈ ഉടമ്പടിക്കൊന്നും ഒരു മാന്യതയും കൽപ്പിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഈ ഒരു പ്രസ് റിലീസിൽ വന്നിട്ടുണ്ട്. സോ ഇങ്ങനെ ഓവറോൾ ആയിട്ട് റഷ്യയും അമേരിക്കയും തമ്മിൽ
കോൾഡ് വാർ പുതിയ തലങ്ങളിലോട്ട് എത്തിക്കൊണ്ടിരിക്കാൻ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈവൻ അമേരിക്കയും റഷ്യയും കൂടെ സൈൻ ചെയ്തിരുന്ന ഒരു ഇന്റർമീഡിയറ്റ് റേഞ്ച് മിസൈൽ ട്രീറ്റിയിൽ നിന്ന് അമേരിക്ക പുറത്തു പോയിരുന്നു. ആ ട്രീറ്റി ഒന്നും റഷ്യ മാനിക്കുന്നില്ല എന്നൊക്കെയായിരുന്നു അമേരിക്ക ആരോപിച്ചത്. ഇപ്പൊ ഓവറോൾ ആയിട്ട് റഷ്യയും അമേരിക്കയും തമ്മിൽ ഈ കോൾഡ് വാർ ടൈമിലെല്ലാമായിട്ട് സൈൻ ചെയ്തിരുന്ന ഉടമ്പടിയിൽ അവസാനിച്ചിരിക്കുന്ന ഒരൊറ്റ ഉടമ്പടി എന്ന് പറയുന്നത് ന്യൂ സ്റ്റാർട്ട് എന്നറിയപ്പെടുന്ന ഉടമ്പടിയാണ്. ഇതൊരു ആംസ് റിഡക്ഷൻ ട്രീറ്റിയാണ്. അതായത് രണ്ട് രാജ്യങ്ങളുടെയും കയ്യിലുള്ള ന്യൂക്ലിയർ വെപ്പൺസിന്റെ അളവ് കുറയ്ക്കാനായിട്ടാണ് ഈ ഉടമ്പടിയിലൂടെ തീരുമാനിച്ചത്. പക്ഷേ ഈ ഉടമ്പടിയും 2021 ഫെബ്രുവരി മാസം അവസാനിക്കാൻ പോവുകയാണ്. അമേരിക്ക വീണ്ടും ഈ ഉടമ്പടി സൈൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഓൾറെഡി. കാരണം ഇതിൽ റഷ്യ കൂടാതെ ചൈനയെ കൂടെ ഉൾപ്പെടുത്തുന്നതൊക്കെയാണ് അമേരിക്ക ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ചൈന അറിയപ്പെടുന്ന നെയിം ഇപ്പൊ ഗ്ലോബലി ഒന്ന് ഇൻക്രീസ് ചെയ്ത് വരികയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ചൈന അമേരിക്കയെക്കാളും വലിയൊരു പവറായിട്ട് മാറാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ കുറേയധികം സ്റ്റെപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു ആഗ്രഹങ്ങൾക്കെല്ലാം തന്നെ വലിയൊരു സാധ്യത തുറന്നു വെച്ചിരിക്കുന്ന ഒരു വർഷമാണ് 2021. അതെന്തുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ 2021 എൻറ്റയർ വേൾഡ് പൊളിറ്റിക്സിന് തന്നെ ചേഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു ഘടകമുണ്ട്. അത് മറ്റൊന്നുമല്ല, COVID-19 ഫലപ്രദമായിട്ടുള്ള ഒരു വാക്സിൻ. ഈ വാക്സിന് വേണ്ടിയിട്ടുള്ള ഒരു വാറായിരിക്കും 2021 വരാൻ പോകുന്നത്. ഇതൊരു ബിഗ്ഗസ്റ്റ് വാർ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തകൾ നോക്കുകയാണെങ്കിൽ മൊഡേണ എന്നറിയപ്പെടുന്ന അമേരിക്കൻ ഫേമിന്റെ വാക്സിൻ വർക്കിംഗ് ആണ് പറഞ്ഞിട്ട് അവർ രംഗത്ത് വന്നിട്ടുണ്ട്. ഇതേ അമേരിക്ക ബേസ് ചെയ്തിട്ടുള്ള ഒരു ജർമ്മനിത്തെ കമ്പനിയുമായിട്ടെല്ലാം ടൈപ്പ് ചെയ്തിരിക്കുന്ന സൈഫർ എന്നറിയപ്പെടുന്ന കമ്പനിയും അവരുടെ വാക്സിൻ സക്സസ്ഫുൾ ആണ് പറഞ്ഞിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതേ സമയത്ത് റഷ്യയെ നോക്കുകയാണെങ്കിൽ റഷ്യയുടെ സ്പുട്നിക് 5-ന് 95% എഫിക്കസി ഉണ്ട് പറഞ്ഞിട്ട് റഷ്യ ലേറ്റസ്റ്റ് ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു കണക്ഷൻ പറയാം. അതായത് റഷ്യ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ 95% എഫിക്കസി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അനൗൺസ്മെന്റ് നടത്തി. അതേ ദിവസം തന്നെ റഷ്യയുടെ സമുദ്ര അതിർത്തിയിലോട്ട് അമേരിക്ക എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ട് മുമ്പത്തെ ദിവസം അമേരിക്ക റഷ്യയുമായിട്ട് സൈൻ ചെയ്തിരുന്ന ഈ ഒരു ഓപ്പൺ സ്കൈ ട്രീറ്റിയിൽ നിന്ന് പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് റഷ്യ എന്തെല്ലാം നീക്കം നടത്തുമെന്ന് കൃത്യമായിട്ട് വാച്ച് ചെയ്യേണ്ടതുണ്ട്. അതെന്തുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് ഈ ഒരു വാക്സിൻ വാറിൽ ജയിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഏറ്റവും കൂടുതൽ ഈ ഒരു വാറിൽ വിജയിക്കാൻ ചാൻസ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ചൈനയ്ക്കാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ചൈനയെയും വിജയിപ്പിക്കാനായിട്ട് ഒരു ട്രംപ് കാർഡ് ഈ ലോകത്തുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ ഇന്ത്യ തന്നെയാണ്. അതെന്തുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ റഷ്യ ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, ഇന്ത്യയിൽ മാനുഫാക്ചറിങ് ചെയ്തിട്ട് ഈ ഒരു വാക്സിൻ മാസമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ലോകത്ത് സെയിൽ ചെയ്യുമെന്ന്. ഇതിന്റെ വിലയായിട്ട് റഷ്യ പറഞ്ഞിരിക്കുന്ന കാര്യം, അവരുടെ ഒരു സ്പോക്ക് പേഴ്സൺ ഒക്കെ പറഞ്ഞത് $10 മുതൽ ഒരു $24-25 വരെ ആയിരിക്കും ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ റുപ്പിയിൽ പറയുകയാണെങ്കിൽ ഒരു 1000 രൂപ, അറൗണ്ട് ആയിട്ട് ഒരു 1000-1500 രൂപ ഈ ഒരു വാക്സിൻ ആയിട്ട് വരും. ഇതൊരു വെക്ടർ ടൈപ്പ് വാക്സിൻ ആണ്. അതായത് ഈ ഒരു കോവിഡിന് കാരണമായ വൈറസിന്റെ അതേ ജനറ്റിക്കൽ സ്ട്രക്ചറുള്ള ഒരു DNA ഓൾറെഡി ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഈ ഒരു വാക്സിൻ ശരീരത്തിനകത്ത് പോകുമ്പോൾ ഈ ഒരു കോവിഡ് വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശരീരം അതിന് റെസ്പോണ്ട് ചെയ്യും. സോ അതൊരു പ്രാക്ടീസ് ആയിട്ട് മാറും. പിന്നീട് ഫ്യൂച്ചറിൽ യഥാർത്ഥത്തിൽ ഈ ഒരു കോവിഡ് വൈറസ് നമ്മുടെ ശരീരത്തിൽ എൻ്റർ ചെയ്യുമ്പോൾ അന്ന് ലഭിച്ച ആ ഒരു എക്സ്പീരിയൻസ് മൂലം ഈ ഒരു വൈറസിനെതിരെ നമ്മുടെ ശരീരത്തിലെ ആന്റിബോഡീസ് വർക്ക് ചെയ്യുകയും അങ്ങനെ ഈ വൈറസിനെ നശിപ്പിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു എഫിക്കസി എന്തുവാ ചോദിക്കുകയാണെങ്കിൽ ഈ വാക്സിൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ടെസ്റ്റ് ചെയ്ത ആൾക്കാരുടെ മേലെ എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാതെ ഈ വാക്സിൻ വർക്ക് ചെയ്തു എന്നതിന്റെ പെർസെന്റേജ് ആണ്. ഇത് 95% എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. ഈവൻ ലേറ്റസ്റ്റ് ആയിട്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും അസ്ട്രസെനേക്ക എന്നറിയപ്പെടുന്ന കമ്പനിയും കൂടെ നിർമ്മിച്ചിരിക്കുന്ന വാക്സിനിലും 65% മുതൽ 90% വരെ എഫിക്കസി ഉണ്ടാവുമെന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. സോ യൂറോപ്യൻ കൺട്രീസോ അമേരിക്കയോ റഷ്യയോ ആര് തന്നെ വാക്സിൻ കണ്ടുപിടിച്ചാലും അവിടെ ഇന്ത്യക്ക് വളരെയധികം ഒരു സ്വാധീനം ചെലുത്താൻ പറ്റും. കാരണം ഇന്ത്യയാണ് ലോകത്തിന്റെ ഫാർമ ഹബ്ബായിട്ട് വിശേഷിപ്പിക്കുന്നത്. ഏറ്റവും കൂടുതൽ വാക്സിൻസും അതുപോലെ മെഡിസിൻസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഇത് വളരെയധികം അഭിമാനിക്കാവുന്ന കാര്യമാണ്. പക്ഷെ ഇവിടെയും കുറച്ച് പ്രശ്നമുണ്ട്. അതായത് റഷ്യ നിർമ്മിക്കുന്ന വാക്സിൻ റഷ്യയിലെ ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അമേരിക്ക നിർമ്മിക്കുന്ന വാക്സിൻ അമേരിക്കയിലെ ജനങ്ങൾക്ക് ഫ്രീ ആയി നൽകുമെന്ന് അമേരിക്കയുടെ എലക്ടഡ് പ്രസിഡന്റായ ജോ ബൈഡനും പറഞ്ഞിട്ടുണ്ട്. സോ റഷ്യക്കും അമേരിക്കയ്ക്ക് ഫ്രീ ആയിട്ട് ഈ വാക്സിൻ ലഭിക്കും. അടുത്ത ഘട്ടമായിട്ട് ഈ വാക്സിനിൽ നിന്ന് വരുമാനം നേടാനാണ് ഈ രാജ്യങ്ങൾ നോക്കുക. അതിനായിട്ട് ഇന്ത്യ പോലത്തെ ബാക്കിയുള്ള എല്ലാ കൺട്രീസിനെയും ഇവർ അപ്രോച്ച് ചെയ്യും. ഈ കൺട്രീസിൽ നിന്ന് ഒരു പർട്ടിക്കുലർ എമൗണ്ട് വാങ്ങുകയും ചെയ്യും. അവിടെ തന്നെ മാനുഫാക്ചർ ചെയ്യാനുള്ള ഒരു പെർമിഷൻ ഇവർ നേടിയെടുക്കുകയും ചെയ്യും. ഇത് വലിയൊരു പൊളിറ്റിക്കൽ പ്ലാൻ തന്നെ പറയാം. ഇതിന് പിന്നിൽ വേറൊരു വലിയൊരു കഥയുണ്ട്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൃത്യമായിട്ട് തെളിവുകളോടെ സംസാരിക്കാം.
സോ അങ്ങനെ ഇരിക്കുമ്പോൾ റഷ്യക്ക് അവരുടെ പ്രതാപകാലത്തോട്ട് തിരികെ പോകാനുള്ള ഒരു സുവർണ അവസരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. കാരണം ഈ വാക്സിൻ 95% എഫിക്കസി ഉണ്ടെന്ന് അവർ ക്ലെയിം ചെയ്യുന്നത് ഒഫീഷ്യലായിട്ട് തന്നെ WHO അംഗീകരിക്കുകയാണെങ്കിൽ വേൾഡ് വൈഡ് ഈ വാക്സിന് കൂടുതൽ ഡിമാൻഡ് സംഭവിക്കും. അങ്ങനെ ഈ വാക്സിന് തന്നെ വലിയൊരു പ്രൊമോഷൻ ലഭിക്കുകയും ചെയ്യും. റഷ്യ ആയിരിക്കും അടുത്തൊരു ഗെയിം ചേഞ്ചർ ആയിട്ട് മാറാൻ പോകുക. ഈവൻ ഇതിനിടയിൽ തന്നെ റഷ്യക്കെതിരെ അമേരിക്കയും ഒരു കാര്യം ആരോപിക്കുന്നുണ്ട്. അതായത് അമേരിക്കയുടെ അലാസ്ക എന്നറിയപ്പെടുന്ന നഗരത്തിന് സമീപത്തായിട്ട്, അതായത് നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിന് സമീപത്തായിട്ട് ഈ ഒരു ഭാഗത്തെല്ലാമായിട്ടും റഷ്യ എൻട്രി എന്ന് പറഞ്ഞിട്ട് അമേരിക്ക രംഗത്ത് വന്നിട്ടുണ്ട്. ആ വാർത്തകളൊക്കെ നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റും. അമേരിക്ക റഷ്യക്കെതിരെ രംഗത്ത് വരുന്നുണ്ട്, റഷ്യ അമേരിക്കക്കെതിരെ രംഗത്ത് വരുന്നുണ്ട്. ഇങ്ങനെ വലിയ തോതിൽ 2021 മാറ്റങ്ങളും എതിർപ്പുകളും സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. എങ്ങനെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം വേൾഡ് പൊളിറ്റിക്സ് തന്നെ ഒരു ചേഞ്ച് സംഭവിച്ചോ, അതേപോലെ തന്നെ ഈ ഒരു 2021 വാക്സിൻ കടന്നു വരുന്നതോടുകൂടി വലിയൊരു ചേഞ്ച് സംഭവിക്കും. അവിടെ വീണ്ടും പുതിയ പ്രശ്നങ്ങൾ തുടങ്ങുകയും ചെയ്യും. അതിന് കാരണം അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായിട്ട് അധികാരത്തിൽ കയറാൻ പോകുന്ന ജോ ബൈഡൻ തന്നെ ആയിരിക്കും. അതായത് ജോ ബൈഡൻ റഷ്യക്കെതിരായിട്ട് ശബ്ദമുയർത്തുന്ന ഒരു വ്യക്തിയാണ്. ജോ ബൈഡൻ ആന്റി റഷ്യ പോളിസി ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തിയാണെന്നും പുതിൻ പോലും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. നാറ്റോ എന്നറിയപ്പെടുന്ന ഓർഗനൈസേഷൻ 2021 റഷ്യക്കെതിരെ കൂടുതൽ ശക്തമായിട്ട് രംഗത്ത് വരും. അതിന് പ്രധാനപ്പെട്ട കാരണം ജോ ബൈഡൻ തന്നെ ആയിരിക്കും. കാരണം ഇലക്ഷൻ ക്യാമ്പയിൻ ടൈമിൽ പോലും ബൈഡൻ റഷ്യക്കെതിരായിട്ട് കുറേയധികം പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. ഇതേ ജോ ബൈഡൻ തന്നെ 2018 റഷ്യയെ എങ്ങനെ ഒതുക്കാമെന്ന് പറഞ്ഞിട്ട് ഫോറിൻ അഫയേഴ്സ് എന്നറിയപ്പെടുന്ന ഒരു പത്രത്തില് ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് പോലും അമേരിക്ക വീണ്ടും ലോകത്തെ നയിക്കണമെന്ന് പറഞ്ഞിട്ട് ജോ ബൈഡൻ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. സോ ഒരു കാര്യം വ്യക്തമായിട്ട് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ പറ്റും, ജോ ബൈഡൻ റഷ്യക്കെതിരെ ശക്തമായിട്ട് രംഗത്ത് വരുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഇത്രയും കാലമായിട്ട് റഷ്യ അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് ജോ ബൈഡനെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് പോലും പുതിൻ പറഞ്ഞൊരു കാര്യമാണ്, അമേരിക്കയുടെ ഈ ഒരു പ്രസിഡന്റായിട്ട് എലക്ട് ചെയ്ത ആളെ അവർക്ക് ഓപ്പോസിറ്റ് മത്സരിച്ചിരുന്ന എതിരാളി അംഗീകരിച്ച ശേഷം മാത്രമേ ആ ഒരു പ്രസിഡന്റിനെ റഷ്യയും അംഗീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അവിടുത്തെ ഒരു ലീഗൽ ബോഡി ഈ ഒരു പ്രസിഡന്റിനെ അംഗീകരിക്കണം, എന്നാലേ റഷ്യയും അംഗീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ഇലക്ഷൻ റിസൾട്ടിനെ റഷ്യ അംഗീകരിക്കില്ല എന്ന് ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈവൻ റഷ്യയുടെ ഒരു ഡ്രീം പ്രൊജക്റ്റായ നോർത്ത് സ്ട്രീം എന്നറിയപ്പെടുന്ന യൂറോപ്പിലോട്ട് ഗ്യാസ് ലൈൻ എത്തിക്കാനുള്ള ഒരു പദ്ധതിക്കെതിരെ ബൈഡൻ എതിർപ്പ് അറിയിച്ച ആളാണ്. ഈ പദ്ധതി അടുത്ത വർഷങ്ങളിൽ റഷ്യ നടത്താൻ പോകുന്നത് തന്നെ വളരെയധികം എതിർപ്പ് നേരിട്ടുകൊണ്ടായിരിക്കും. അമേരിക്ക ജർമ്മനിയുടെ മേലെ കടുത്ത പ്രഷർ നൽകിയിട്ട് ഈ ഒരു നോർത്ത് സ്ട്രീം എന്നറിയപ്പെടുന്ന പ്രൊജക്റ്റിൽ നിന്ന് യൂറോപ്യൻ യൂണിയനെ മാറ്റാനായിട്ട് പ്രയത്നിക്കുന്ന തന്നെ നമുക്ക് പറയാൻ പറ്റും. അത് ബൈഡന്റെ ഒരു പ്രധാന അജണ്ട തന്നെയാണ്. സോ റഷ്യ വിജയകരമായിട്ട് അവരുടെ സ്പുട്നിക് 5 വാക്സിൻ ലോകത്തിന് മുൻപിൽ എത്തിക്കുകയാണെങ്കിൽ അവർക്ക് വലിയൊരു വിജയം തന്നെ നേടാൻ സാധിക്കും. അതേ സമയത്ത് ചൈനയും ശക്തമായിട്ട് ഈ കഴിഞ്ഞ ജൂലൈ മാസം മുതൽ തന്നെ കരുക്കൾ നീക്കി തുടങ്ങി. ലോകത്തെ പല കൺട്രീസിനും ചൈന ഓഫർ നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ട വാക്സിൻ ഞങ്ങൾ സമ്മാനിക്കാം, നിങ്ങൾ കാശും തരേണ്ട ആവശ്യമില്ല, ഒരു $1 ബില്യൺ ലോണ് നിങ്ങൾക്ക് ഞങ്ങൾ നൽകാം, ഈ ലോൺ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഈ വാക്സിൻ വാങ്ങിച്ചോളൂ, പിന്നീട് നിങ്ങൾ ആ പൈസ തിരിച്ചു തന്നാൽ മതി പറഞ്ഞിട്ട് ഓഫറുമായിട്ട് ചൈന പല രാജ്യങ്ങളെയും സമീപിച്ചു കഴിഞ്ഞു. മെക്സിക്കോയുടെ ഫോറിൻ മിനിസ്റ്റർ പോലും ഈ കാര്യത്തെ കൺഫേം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വലിയൊരു വാർ തന്നെ 2021 നടക്കാൻ ചാൻസ് ഉണ്ട്. ഈ വാർ എന്ന് പറയുന്നത് ആരായിരിക്കും ലോകത്തിലെ അടുത്ത സൂപ്പർ പവർ എന്നതിനെ നിശ്ചയിക്കുന്ന ഒന്നായി തന്നെ തീരും. പലതരത്തില് വേൾഡ് പൊളിറ്റിക്സിൽ ഒരു ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. ഇന്ത്യ അതിനനുസരിച്ച് ഇന്ത്യയുടെ ഭാഗത്തും കൂടുതൽ ശക്തമായിട്ട് മെരുക്കി എടുക്കേണ്ടതുണ്ട്. ഇത്രയും കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ വിചാരിച്ചത്. ഈ വീഡിയോയ്ക്കും ചിലപ്പോൾ കുറെ ആൾക്കാർ ഞാൻ ഇന്ത്യക്കെതിരായിട്ട് സംസാരിക്കുന്ന ആളെന്നൊക്കെ പറഞ്ഞിട്ട് രംഗത്ത് വരും. ഇന്ത്യക്കെതിരായിട്ടില്ല, ഇന്ത്യയുടെ കയ്യിലുള്ള ചില കുറവുകൾ മാത്രമാണ് കഴിഞ്ഞ 2-3 വീഡിയോസിലായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഈ കുറവുകൾ അവതരിപ്പിക്കാനെങ്കിലും ആരെങ്കിലും വേണം, അല്ലാതെ എല്ലാ സമയത്തും നമ്മുടെ ഭാഗത്ത് 100% പെർഫെക്റ്റ് ആണ് പറഞ്ഞിട്ട് ഇരിക്കുന്നത് യഥാർത്ഥ ഭീരുക്കൾക്ക് തുല്യമായ കാര്യമാണ്. നമ്മുടെ തെറ്റെന്താണെന്നും നമ്മുടെ കുറവ് എന്താണെന്നും മനസ്സിലാക്കുന്നിടത്താണ് നമുക്ക് വിജയം നേടാനുള്ള മാർഗവും തുറന്നിരിക്കുന്നത്. ഈ ഒരു കാര്യം മനസ്സിൽ ആലോചിച്ചാൽ മാത്രം മതി ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ജയ് ഹിന്ദ്.